So hi guys, so നമ്മൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത മനസ്സിലാക്കുന്ന ചിന്തയെന്ന് വെച്ചാൽ എങ്ങനെ എനിക്ക് സബ്സ്ക്രൈബേഴ്സിനെ നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് ആഡ് ചെയ്യാൻ പറ്റില്ല, എന്നുണ്ടെങ്കിൽ എങ്ങനെ അവരെ അട്രാക്ട് ചെയ്യാൻ പറ്റില്ല എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടുള്ളത്. അതിനുള്ള ഉത്തരം ഞാൻ പറയാം. കാരണം ഞാൻ നിങ്ങൾക്ക് തന്നെ സീറോയിൽ നിന്ന് ഞാൻ വന്നതാണ്, സീറോ സബ്സ്ക്രൈബേഴ്സിൽ ഞാൻ തുടങ്ങി വന്നതാണ്. ഇപ്പോൾ എനിക്ക് ഏകദേശം എൻ്റെ ചാനൽ 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അതിനാദ്യം തന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഞാൻ നന്ദി പറയുന്നുണ്ട്. ഇവരെ എങ്ങനെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. കാരണം ഞാൻ മെയിനായിട്ട് ഷോർട്ട് വീഡിയോസിനാണ് ഫോക്കസ് ചെയ്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് എൻ്റെ ലോങ് വീഡിയോസ് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ എൻ്റെ ചാനലിൽ ഫസ്റ്റ് സീറോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ ഇരിക്കാൻ ഞാൻ ലോങ് വീഡിയോ ചെയ്തിട്ട് ഒരു കാര്യം വരുന്നില്ല. അതായത് ഈ തമിഴിലൊക്കെ കുറച്ചൊരു കോമഡിയായിട്ട് പറയുക, അതായത് യാരുമേ ഇല്ലാതെ കടകി യാർക്കിട ടീ യാത്ര എന്ന് പറഞ്ഞാൽ ചോദിക്കുക. അതായത് നമ്മൾ സബ്സ്ക്രൈബ് എന്തായാലും ഇല്ല, അപ്പോൾ നമ്മൾ വലിയ വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ ഞാൻ പറയുന്നില്ലേ, അതായത് ചായക്കടയിൽ ആളില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിൻ്റെ ആർക്കട ചായ ഇടുന്ന അവർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അപ്പോൾ നമ്മൾ വലിയ ലോങ് വീഡിയോ ഇട്ടിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ ചാനൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഷോർട്ട് വീഡിയോസ് ഇടുക. ഞാൻ ഇടുന്ന ടൈം ഷോട്ട് പറഞ്ഞുതരാം. ഞാൻ മെയിനായിട്ട് വീഡിയോസ് ഒരു ദിവസം 3 വീഡിയോ ഇടും. 3 ഷോർട്ട് വീഡിയോ ആണ് ഫസ്റ്റ് ചെയ്യുന്നത്. അത് ഞാൻ എപ്പോഴും റെഗുലറായിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇപ്പോൾ ഞാൻ വലിയ എസ്റ്റാബ്ലിഷ് ഒന്നും ആയിട്ടുണ്ട്. ഞാനിപ്പോൾ നിങ്ങൾക്ക് തുടക്കക്കാരനാണ്. അപ്പോൾ ഞാൻ ഏതൊക്കെ ടൈമിൽ ഞാൻ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഏത് കാറ്റഗറി വീഡിയോസാണ് ഞാൻ ചെയ്യുന്നതെന്നും പറഞ്ഞുതരാം. ഞാൻ മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 ടൈം സ്ലോട്ടിലാണ് ഞാൻ വീഡിയോ ഇടുന്നത്. 3 വീഡിയോ ഒരു ദിവസം ഞാൻ ചെയ്യും. അത് ഏതൊക്കെ ടൈമിലാണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാലത്ത് 7 മണി, പിന്നെ ഉച്ചയ്ക്ക് 12 to 1 മണിക്കകത്ത്, പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം കറക്റ്റ് 6 മണി. ഈ 3 ടൈം സ്ലോട്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. ഈ 3 ടൈം സ്ലോട്ട് എന്തിനാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് 7 മണിക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മുമ്പൊക്കെ നമ്മൾ പത്രം വായിക്കാനായിട്ട് ആൾക്കാർ ഇരിക്കുന്നത്, നേരത്തെ എണീച്ചുകൊണ്ട് തന്നെ കുളിച്ച് റെഡിയാകുന്ന കാര്യങ്ങളാണ് മുമ്പ് ആൾക്കാർ ചെയ്തിരുന്നത്. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ജസ്റ്റ് മെജോറിറ്റി ആൾക്കാർ എടുത്ത് കഴിഞ്ഞാൽ കാലത്ത് എണീച്ചുകൊണ്ട് നമ്മൾ മൊബൈൽ കുത്താനേ നോക്കത്തുള്ളൂ. ചിലപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കും, വേറെ എന്തെങ്കിലും വാർത്തകൾ വായിക്കുന്നതായിരിക്കും. മെജോറിറ്റി ആൾക്കാർ സോഷ്യൽ മീഡിയസിൽ അവൈലബിൾ ആവുന്ന ടൈമാണ് കാലത്ത്. അപ്പോൾ കാലത്ത് 7 മണി to 8 മണിക്കകത്ത് ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഉച്ചയ്ക്ക് 12 മണി to 1 മണിക്കുള്ള സ്ലോട്ട് ഞാൻ ഇതിന് ഫോക്കസ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഹൗസ് വൈഫൊക്കെ ഏകദേശം ഈ പറഞ്ഞ കിച്ചണിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈം ആയിരിക്കാം. അതുപോലെ തന്നെ ചിലപ്പോൾ വർക്ക് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓഫീസ് ടൈം, അതായത് 12 to 1 മണി എന്ന് പറയുമ്പോൾ ലഞ്ച് ടൈമാണ്. ഈ ലഞ്ച് ടൈം ഇപ്പം മെയിനായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണില്ലാതെ ലഞ്ച് കഴിക്കാറില്ല. നോർമലി മുമ്പൊക്കെ അങ്ങനെയല്ലായിരുന്നു, ഇപ്പം എന്തായാലും ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ലഞ്ച് ടൈമിൽ ഫോൺ കുത്തി നോക്കാതെ ഇരിക്കാനുള്ള ഓപ്ഷൻ ഇല്ല. അപ്പോൾ അവരത് നോക്കും, ഫോൺ നോക്കും, സോഷ്യൽ മീഡിയ അക്കൗണ്ട്സും കാര്യങ്ങളും നോക്കാറുണ്ട്. അപ്പോൾ ആ ടൈം മെജോറിറ്റി ആൾക്കാർ ഓൺലൈൻ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ വൈകുന്നേരം 6 മണി എന്നുള്ളത് എല്ലാവരും ജോലി 5 മണിക്ക് ശേഷം വന്നിട്ട് ജസ്റ്റ് റെസ്റ്റ് എടുക്കുന്ന ടൈമിൽ നോക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു 3 ടൈം സ്ലോട്ടാണ് പീക്ക് ടൈം സ്ലോട്ട്. അപ്പോൾ ഈ ഒരു 3 ടൈം സ്ലോട്ടും വീഡിയോ പോസ്റ്റാണെങ്കിൽ കുറച്ചുകൂടി അധികം നിങ്ങൾക്ക് വ്യൂസ് വരും. അതുപോലെ തന്നെ ഞാൻ ഏത് കണ്ടന്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ മെജോറിറ്റി ഞാൻ കോമഡിയാണ് ചെയ്യുന്നത്. കോമഡി ഞാൻ തമിഴും ചെയ്യും, മലയാളം ചെയ്യാറുണ്ട്. രണ്ടും കോമഡിയാണ് ഞാൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫുഡ് ബ്ലോഗും ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കാറ്റഗറി ചെയ്ത് കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും.